Taya, that was really good. Love you, baby. മതി എന്റെ മനുഷ്യന്ന് ഇറങ്ങി കിടന്ന് ഇത്ര നേരം എന്നെ ഉറക്കിയില്ല ആളുടെ ലവ് യു ബേബി. അതെന്താ ഇച്ചേൻ്റെ മോൾ അങ്ങനെ പറയണേ? നമുക്ക് അവിടെ ചെന്ന് അത്രയ്ക്ക് പ്രൈവസി ഇട്ടിട്ടില്ലോ, അതല്ലേ മോളി? ഓ എൻജോയ്. താൻ ഇങ്ങനെ പറയുന്നതിന്റെ അപ്പുറം പറയും. താൻ അവിടെ ചെന്ന് അതിനെക്കാട്ടും അപ്പുറം എനിക്കറിയാം കേട്ടോ തന്നെ. നമ്മത്തെ ഇങ്ങനെ വാവിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവിടെ ജയിക്കടെ തേടെ മേത്ത് തന്നെയായിരുന്നു. എവിടെയാണെന്ന് എനിക്കറിയാലോ, പറയണ്ടല്ലോ. എടോ മനുഷ്യ, താൻ ഞാൻ പറയാനും കേൾക്കുന്നുണ്ടോ? ഇച്ചായ എൻ്റെ കർത്താവ്, ഈ പെണ്ണ് കണ്ടിട്ടില്ല എങ്ങനെ കടക്കണേന്ന്. എനിക്ക് പിന്നെ എൻ്റെ കൺട്രോള് കളയുമല്ലോ. ആ എന്താ ചെയ്യാ, ഈ പെണ്ണി മര്യാദയ്ക്കുന്നെങ്കിലേ ഇനി 3 മണിക്കൂർ പോണ്ടി വരും. മോളെ ചെയ്യാ, എന്നെ വഴക്കിടുന്നതിന് വരാം ഇതിന്റെ മേത്തോടെ നീ നോക്കിയേ. ആ ഈ മണ്ടത്തിയുടെ കാര്യം എഡിറ്റ് ചെയ്യാ, ഡ്രസ്സ് വലിച്ചു കയറ്റിടിക്കുന്നു. ഇവിടെ വലിച്ചു കയറ്റില്ലെങ്കിൽ പിന്നെയും 3 മണിക്കൂർ പിന്നെയും കടന്നു പോകും. അത് വേണോ? നീ ഒരാഴ്ച എൻ്റെ അടുത്ത് വന്നിരുത് കേട്ടോ. നീ എന്താടി ഇങ്ങനെ? നിന്നെ സ്നേഹമില്ലേടി മുട്ട? ഞാൻ പറഞ്ഞ വല്ലതും കൂടി പോകണ്ടല്ലോ, മിണ്ടാതിരുന്നോന്നോടെ. മാറി നിക്ക്, മോള് വിളിക്കണം. മാറിക്കേ. പോവണ്ട, പിന്നെ പോകാം. മനുഷ്യൻ ഞാൻ എല്ലാം പറയാം. മര്യാദയ്ക്ക് കുളിച്ചിട്ട് ഓഫീസിൽ പോകാൻ നോക്ക്. എന്താ ചെയ്യാ, എനിക്ക് ഇനി ഓഫീസിൽ പോകാൻ വയ്യ. വാ കിടക്കാം. അന്നെ വിളിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ടോ? പൊയ്ക്കോട്ടെ. ആദ്യം നീ എന്റെ വിശപ്പ് തീർക്കുക, എന്നിട്ട് പോയാ മതി. ആദ്യം എനിക്ക് പോലെ ഞാനല്ലേ നിന്റെ ബേബി. പ്ലീസ് മര്യാദക്ക് മാറി നോളാം. ഇനി എന്റെ അടുത്തോട്ട് വന്നു പോരുത് എന്നും പറഞ്ഞ് നമ്മുടെ ചെറിയ ചായൻ എന്താ ചെയ്യുന്ന നോക്കണ്ടേ. മോളെ പിന്നെ എടുക്കാട്ടാ, ഇപ്പൊ കാണിച്ചു തരാവേ. ഓ അവളും പോയി, നിന്നെ എന്ത് കാണാൻ നിൽക്കോ? ബൈ ബൈ. അപ്പോൾ അങ്ങനെ 2 മാസം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഗേൾസും അവരുടെ ഫാമിലിയും എല്ലാവരും ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ നമുക്ക് അവിടെ എന്താ നടക്കാൻ നോക്കിയാലോ. ഹോബി, നീ അവിടെ മര്യാദയ്ക്ക് നിന്നോ, ഇല്ലെങ്കിൽ മോളെ നിന്നെ ഞാനൊന്ന് നിക്കടി അവിടെ. അയ്യടെ മോളെ, അത് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി കേട്ടല്ലോ. പള്ളി ചെന്ന് പറയുന്നതിന് തന്തയോട് പറയടി തെണ്ടി. നിന്നോ അവിടെ മര്യാദയ്ക്ക്. എന്റെ തന്തയ്ക്ക് വിടുകയാണ്. എടി മണ്ടി, എന്റെ നിന്നെന്താടി? ഓ അത് ശരിയാ, ഐ ആം സോ സോറി കളിയാ. പരിഗണിച്ചിരിക്കണു. എന്ത് പരിഹരിക്കാൻ? മര്യാദയ്ക്ക് എന്റെ സാധനം തന്നോ മോളെ ഹോബി, എന്തെങ്കിലാണ് അറിയാൻ പോണത്. ഓഹോ ഗോഡ്, ഇവിടെ മറന്നില്ലല്ലേ. പണി കിട്ടി, ഓടിക്കോ ഹോബി എന്നും പറഞ്ഞ നമ്മുടെ ഹോബി കൊച്ച് നേരെ കിച്ചണിലോട്ടേക്ക് ഓടി. ഹോബി എങ്ങോട്ട് നീ പോകുന്നേ? നിക്കടിയോടാ, നിനക്കെന്നെ അറിയാലോ ബോക്സിങ് ഞാൻ ആരാണെന്ന്. മര്യാദയ്ക്ക് ഇന്ന മോളെ ഇടി കിട്ടും നിനക്ക്. സോറി മക്കളെ, ഇൻട്രോയിൽ പറഞ്ഞ നമ്മുടെ കുട്ടി ബോക്സിംഗ് കാര്യം കൂടിയാണ്. അപ്പോൾ അതിന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കാര്യം എല്ലാവർക്കും അറിയൊന്നും അറിയില്ല, എന്നാലും ചിലവർക്ക് മാത്രമേ അറിയൂ. അപ്പോൾ ബാക്ക് ടു ദ വീഡിയോ. ഈ സമയത്ത് നമ്മുടെ സാറാ മമ്മി കിച്ചണിൽ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ബേക്കിംഗ് സാധനങ്ങളൊക്കെ അരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൈദപ്പൊടി അരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം നമ്മുടെ ഹോബി പെട്ടെന്ന് തന്നെ തട്ടിപ്പറിച്ചു.
ഈ വൃത്തികെട്ട ശബ്ദം കുക്കിയുടെ അല്ലല്ലോ, ഇത് ആരുടെയാ? ദൈവമേ, ഓദർ. സുഭാഷ്, മേടിക്കാനുള്ളതൊക്കെ മേടിച്ചിട്ട് വാട്ടോ. എന്നിട്ടേ എനിക്ക് കുറച്ച് തരാനുണ്ട് നിനക്ക്. ഓ എടി കുരുപ്പുകളെ, നിങ്ങൾ കാരണം ഇനി ഞാൻ ഒന്നും കൂടെ കുളിക്കണ്ടേ? നിങ്ങൾക്കറിയില്ലേ, മാസത്തിൽ ഒരേ ദിവസമേ കുളിക്കാറുള്ളൂന്ന്. ഓ ഞാൻ ഇനി കുളിക്കണമല്ലോ. ഓ അത് പിന്നെ അറിയാതെ ചെയ്തത്, ക്ഷമിക്കാതരേ. അയ്യോ, ഞാനൊന്നും പറയണില്ല. ഇപ്പൊ ഒന്നും എന്തെങ്കിലും ചെയ്താൽ കുറച്ച് കൂടിപ്പോവും. എൻ്റെ കുട്ടികളെ കുറേ നാൾക്ക് ശേഷമാണ് ഇരിക്കണത്. അപ്പോൾ ഒരു നല്ല വീട്ടോടെ കിടക്കുന്ന ശാപക്കേടായിട്ടെല്ലാം കൂടെ കയറി വന്നോളും. എൻ്റെ തലവിധി. അടുത്ത വീഡിയോ നിന്നെ ഞാൻ എടുക്കൂലടി. എന്നാലും എൻ്റെ ഹോബി നല്ല ടൈമിംഗ് ആണല്ലോ നിനക്ക്. ഒന്നും പറയണില്ല ഞാൻ. അത് പിന്നെ ഞാൻ സത്യമായിട്ടും കുക്കിയുടെ മേലോട്ട് അറിഞ്ഞ നീ അതിൻ്റെ മുമ്പ് കയറി വരുന്നത് ഞാൻ കണ്ടോ. ആ പിശാചാണെ കറക്റ്റ് സമയത്ത് കുനിയുകയും ചെയ്തു. സോറി മുത്തേ. കുറച്ചൊരു എങ്ങനെ എഴുതാണ് ഞാൻ മനസ്സിലാവില്ല. എത്ര സന്തോഷത്തിൽ ഞാൻ വന്നോളൂ. Monday, Tuesday, Wednesday, Thursday, Friday, Saturday, Sunday, week. Monday, Tuesday, Wednesday, Thursday, 7 days a week. Every hour, every minute, every second, to the letter from now. I get out into the 7 days a week. എൻ്റെ കുക്കീസിലെ പാട്ട് കേൾക്കാൻ സമ്മതിക്കില്ല ഓരോരുത്തര്. ഇതൊന്നും ഈ സൗണ്ട് കിച്ചണിലൊന്ന് പോയി നോക്കാം. ഒന്ന് ഓർമ്മിപ്പിക്കണം എൻ്റെ പൊന്നേ. ഇവിടെ അടി കഴിഞ്ഞില്ലേ? സ്റ്റോപ്പ്. നിങ്ങൾ ഈ അടി ഉണ്ടാക്കുന്നവരെ എന്താണ് കാര്യമെന്ന് പറയുന്നോട്? കുറെ നേരമല്ല എന്നോട് അടി. അപ്പൊ അടി ഉണ്ടാക്കി മൈദ ഫുൾ എൻ്റെ മേത്താക്കി ആക്കി. ഒന്നും പറയിപ്പിക്കണ്ട. കാര്യം എന്താന്ന് പറഞ്ഞത് അറിയാമോ അച്ചു? നിനക്കറിയാലോ ബനാന മിൽക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. അത് ഈ ആർക്കും അറിയാത്തത്? നീ അങ്ങനെ നിന്റെ എന്നോട് ചോദിക്കണേ. നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാലോ. എന്താന്ന് വെച്ചാൽ ഈ കള്ള ഹോബി എൻ്റെ ബനാന മിൽക്ക് എടുത്ത് കുടിച്ചു. ഹോബി, നീ എന്തിനാ അവളുടെ ബനാന മിൽക്ക് കുടിച്ചേ? നിനക്ക് വേണ്ടി സ്പ്രൈറ്റില്ല ഞാനിവിടെ റെഡിയാക്കി വെച്ചേക്കണേ. പിന്നെന്താ ഓർഡർ വെച്ചേ? ഞാൻ എൻ്റെ സ്പ്രൈറ്റില്ലാതെ ബനാന കുടിക്കുമെന്ന് എനിക്കറിയാമോ? ഞാൻ സ്പ്രൈറ്റില്ലാതെ വേറൊരു സാധനം കുടിക്കില്ല. ഞാൻ അറിയാതെ ഉറക്കത്തിൽ ഒന്നും അറിയാതെ കുടിച്ചു പോയതാ. സോറി. മതി ഈ തർക്കമൊന്നും വേണ്ട. ഞാൻ ക്ഷമിച്ചിരിക്കണോ നിങ്ങളോട്? ഹലോ മക്കളെ, ക്യാൻഡി ഹൗസിലും പോകാനുള്ളതൊക്കെ പിന്നെ പറഞ്ഞത്. ഈ കേക്കിന് വേണ്ടി ഉണ്ടാക്കിയ പൊടിയാണ് നിങ്ങളുടെ മേത്തറിഞ്ഞ് കളിച്ചത്. മര്യാദയ്ക്ക് ഇവിടെ തൂത്ത് വൃത്തിയാക്കിയിട്ട് പോയാൽ മതി കേട്ടോ. മമ്മി അതൊക്കെ ചെയ്യണം നിർബന്ധമുണ്ടോ? അത് നിർബന്ധം. താഴെ ഇടുമ്പോ ആലോചിക്കണവരല്ലോ കൂടെ. മമ്മി ഇങ്ങനെ ചൂടാവല്ലേ, ഞങ്ങൾ റെഡിയായിക്കോളാം. അല്ലേ കുക്കി? അത് പറ്റില്ല ഹോബി നമ്മളെ തന്നെ ചെയ്താൽ മതി കേട്ടല്ലോ. നീ കുക്കിയുടെ ബനാന മിൽക്ക് കുടിച്ചതല്ലേ? അറിഞ്ഞുകൊണ്ടായാലും അറിയാതായാലും കുടിച്ചേനില്ലേ? അതുകൊണ്ട് അതിന്റെ പണിഷ്മെന്റ് ആയിട്ട് നീ ചെയ്താൽ മതി. സാറേ മമ്മി, ഞാൻ കുക്കി ഒന്ന് കൊണ്ടുപോകണേ. രാത്രി കുക്കിക്ക് പണി കൊടുത്തോ, ഒരു കുഴപ്പമില്ല. ഓ സാധനം പണി തരാൻ വേണ്ടി വന്നേക്കാണ്. അതിന് രാത്രി എന്തായിരിക്കും തരിക? അപ്പൊ എല്ലാം റെഡിയല്ലേ കുക്കി? ഇവിടെ കുക്കി നീ സ്വപ്നലോകത്ത് പുറത്തൊന്നില്ലേ? എടി പുറത്ത് വരെ. അപ്പൊ ഞാൻ സാറമ്മയോട് എല്ലാം പറഞ്ഞിട്ട് സാറമ്മ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കമോൺ ലെറ്റ്സ് ഗോ. എടി കുക്കി, സ്വീറ്റ് ബേബി അല്ലേ, എന്നെ ഇവിടെ കൊണ്ടുപോടി പ്ലീസ്. എടി എനിക്ക് ചെയ്യാൻ വയ്യടി പ്ലീസ്. അയ്യടി മോളെ, തീപ്പെട്ടി കൊള്ളി. മര്യാദക്കൊന്നും ചെയ്തോളാം. എനിക്കിട്ട് പണി കിട്ടാൻ നേരത്ത് കടന്ന് ചിരിയാണല്ലോ എല്ലാം കൂടെ. അവർക്കുള്ള പണി വഴി വരുന്നുണ്ട്. നീ പറഞ്ഞേക്ക് കേട്ടോ. ബൈ ബൈ. ആ ഫ്രണ്ട് എന്നെ ഇട്ടിട്ട് പോയി. ഇനി മമ്മി ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യിപ്പിക്കും. ഓരോന്ന് പറഞ്ഞു എനിക്ക് വയ്യ. ദിസ് ഈസ് ടു മച്ച്. ഹോബി, ഞാൻ അങ്ങോട്ട് വരുമോ? നീ ഇത് ഇങ്ങോട്ട് വരുമോ? പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ. വേണ്ട മമ്മി, അമ്മയുടെ ഹോബി മോള് വരാല്ലോ. എന്താച്ചു നീ പറയണോന്ന് പറഞ്ഞ? ഇതാ അങ്ങോട്ട് നോക്കൂ, മുറ്റത്തൊരു മൈന. സോറി
ലിവിംഗ് റൂമിൽ ഒരു ബനാന മിൽക്ക്. എങ്ങനെയുണ്ട് സർപ്രൈസ്? ഇഷ്ടപ്പെട്ടോ? ഓ ലവ് യു അച്ചു. എന്റെ കുക്കി ഇത്രയും ഉമ്മ തരല്ലേ. ആ വീട്ടെങ്ങാനും എന്റെ ഈ വീഡിയോ കണ്ട് എന്റെ വന്ന് വല്ലതും ചെയ്ത ഈ വീഡിയോ ബാക്കി ആര് ചെയ്യും കുക്കി? പ്ലീസ് ഇങ്ങനെ ഉമ്മ തരല്ലേ. വേണേ വീടനെ കൊടുത്തോ. ഇത് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ കുക്കിയുടെ മുഖമൊക്കെ ചുവന്ന് വന്നിട്ട്, എന്റെ കുട്ടി ഇങ്ങനെ ബ്ലഷ് അടിച്ച വീട്ടെങ്ങാനും കണ്ടാൽ ഇപ്പൊ തന്നെ ഇവിടെ റൊമാൻറ്റിക് ഫസ്റ്റ് നൈറ്റ് കാണും. ഞങ്ങൾക്ക് ഇടവരേണ്ടി വരും. ഇവിടെ നിങ്ങൾ സെറ്റായിട്ട് പോലും ഇല്ല. അതിനു മുമ്പേ വിയേട്ടനെ വെറുതെ കടുങ്കൈ ചെയ്യിപ്പിക്കണോ മോളെ? നീ ഒന്ന് പൊയ്ക്കച്ചു. നീ എന്തീ പറയണേ? വിയേട്ടൻ പോസിറ്റീവാണ്. ഞങ്ങളുടെ ലവ് സ്റ്റോറിയിൽ ലവ് മൊമെന്റ്സ് വരുമ്പോൾ നോക്കൂ, വിയേട്ടന് പോസിറ്റീവേ ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടോ? കർത്താവേ, കുട്ടിക്ക് എല്ലാം സഹിക്കാനുള്ള മനസ്സ് കൊടുക്കണമേ. അവയ്ക്ക് വട്ടാണ് പോസസീവ് ഇല്ലെന്ന്. അവളൊരു വീഡിയോ കൊണ്ടപ്പോ തന്നെ പോസസീവാ. ഇവളുടെ കാര്യം അതോ ഗതി. അതെ അതെ, നിന്റെ വിയേട്ടന് പോസസീവിന്റെ സ്പെല്ലിംഗ് പോലും അറിയില്ല. പേടിക്കാൻ കേട്ടോ. അല്ലെങ്കിലും എനിക്കറിയാം വിയേട്ടൻ പോസസീവ് ഒന്നും അല്ലെന്ന്. കേട്ടോ കുട്ടി? അപ്പൊ ബൈ ബൈ. ഞാൻ പോവാണേ, ബനാനക്ക് തീർക്കാനുള്ള സമയമായി. ജൂണേട്ടാ, നമ്മളിന്ന് ഈവനിങ് അല്ലേ പോകുന്നേ? അതെ, നമ്മളിന്ന് ഈവനിങ് പ്രൈവറ്റ് ജെറ്റിൽ പോവാതെ നല്ലത്. നിങ്ങളിപ്പോ വിചാരിക്കുന്നില്ല എങ്ങോട്ടാണ് ഇവർ പോകുന്നതെന്ന്. നിങ്ങൾ മറന്നോ? 2 മാസം കഴിഞ്ഞു നമ്മുടെ നായികമാർ അവരുടെ നായികമാരെ കാണാൻ പോവുകയാണ്. സോറി, അവിടെ ഗേൾസിനെ അവർ സ്വന്തമാക്കാൻ പോകുകയാണ്. പിന്നെ അവിടെ കൊളാബറേഷനും. എനിക്കാണെങ്കിൽ അവിടെ പെട്ടെന്ന് എത്തിയാ മതി. നമ്മുടെ വീടാണെങ്കിൽ ഏതോ ഒരു മായലോകത്തെന്താ പോലെ പറഞ്ഞു. നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നേ? അയ്യോ ഒന്നുമില്ലേ, ഒന്ന് മിണ്ടായിരിക്കാമോ? ജൂണെ, നീ ആരെ വിളിച്ചു പറഞ്ഞതാ നമ്മള് നാളെ രാത്രിയൊക്കെ ആവുമ്പോഴേക്കും എത്തുമെന്ന്? ആ, പപ്പയോടും അങ്ങളോടും പറഞ്ഞായിരുന്നു ഞാൻ. പപ്പയാണല്ലോ? അത് പിന്നെ നമ്മൾ അവരെ കെട്ടിയ അത് നമ്മുടെ പപ്പയും അങ്ങളാവൂലേ? എല്ലാവരും ഒരു കള്ളച്ചിരോടെ ജൂണിയെ നോക്കി. അതൊക്കെ വിട. നമ്മുടെ മാനേജറും ബോഡി ഗാർഡൊക്കെ വേറെ അപ്പാർട്ട്മെന്റിലാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ കിടക്കാൻ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ജൂനേട്ടാ.